പ്രിയമുള്ളവരെ, മാനേജ്മെന്റ് മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇതിനകം മാനേജ്മെന്റ് യൂട്യൂബ് ചാനലിൽ കരിയർ ഡെവലപ്മെന്റിന് ഉതകുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. നമ്മൾ ആദ്യ സീരീസ് ഓഗസ്റ്റിൽ തുടങ്ങിയ ഇന്റർവ്യൂ എസെൻഷ്യൽസ് എന്ന ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചുള്ള സീരീസ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്ത് 10,000 റിക്രൂട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ച് ഓറിയന്റേഷൻ ക്ലാസ് കൊടുത്തിട്ട് എന്തുകൊണ്ട് IT-യും MBBS ഡോക്ടറും അല്ലാത്ത നല്ല രീതിയിൽ ശമ്പളം തരുന്ന ഉയർന്ന ജീവിത നിലവാരവും പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപൂർണ്ണമായ ജോലിയും കുടുംബവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള സെക്ടറുകളെക്കുറിച്ച് കരിയർ സെക്ടറുകളെക്കുറിച്ച് നിനക്കൊരു ടോക്ക് സീരീസ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ആശയം വന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഉപയോഗിച്ച് റിസർച്ച് ചെയ്ത് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, പലതരത്തിലുള്ള സ്കില്ലുകളുള്ള കരിയറിലുള്ള ക്വാളിഫിക്കേഷൻസുള്ള ആൾക്കാരുമായിട്ട് 35 കൊല്ലത്തെ ജീവിതാനുഭവങ്ങളുടെ ജോലി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആൾട്ടർനേറ്റീവ് കരിയേഴ്സ് എന്ന പേരിൽ ഒരു ടോക്ക് സീരീസ് ഇറക്കിയാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ ഞാൻ അതിന് പറയുന്ന പേരാണ് പണം കായ്ക്കുന്ന തൊഴിൽ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സെക്ടറിലും പോയി നമ്മൾ കുലുക്കി നോക്കിയാൽ മതി, പണം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ലക്ഷങ്ങൾ തരുന്ന ജോലി മേഖലകൾ, ലക്ഷങ്ങൾ ശമ്പളം തരുന്ന ജോലി മേഖലകൾ. എന്താണ് അതിൻ്റെ കാരണം നമുക്കിപ്പോൾ കേരളത്തിലോ ദക്ഷിണേന്ത്യയിലോ നമ്മുടെ ആൾക്കാർ, നമ്മുടെ പാരൻസ്, നമ്മുടെ കുട്ടികളെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരുടെയും ഓറിയന്റേഷൻ എന്താണ്? എൻ്റെ മോളെ ഡോക്ടർ ആക്കണം, എൻ്റെ മോളെ എഞ്ചിനീയർ ആക്കണം. കുഴപ്പമില്ല, നമ്മുടെ കുട്ടിക്ക് അതിന് താല്പര്യം, അതിനുള്ള കരിയർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ 1-2 ചെറിയ കഥകൾ പറയാം. എൻ്റെ പെങ്ങൾ പഠിച്ചിരുന്നപ്പോൾ അവൾക്ക് ഡോക്ടർ ആകണമെന്നായിരുന്നു താല്പര്യം. ഡോക്ടർ ആകാൻ വേണ്ടി അവൾ ടെസ്റ്റ് എഴുതി എൻട്രൻസിൽ പാസ്സാകാത്തതുകൊണ്ട് ജോലി കയറാൻ പറ്റിയില്ല. പക്ഷേ അവൾക്ക് മക്കളുണ്ടായപ്പോൾ മൂത്ത മകനെ ഡോക്ടർ ആക്കണമെന്ന് ഒറ്റ വാശിയിൽ അവനെ നിർബന്ധിച്ച് ടെസ്റ്റ് എഴുതിച്ച് പരീക്ഷ പാസ്സാക്കി MBBS എടുപ്പിച്ചു. അവൻ കണക്കിന് നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു. പക്ഷേ അവൻ്റെ കണക്കിൻ്റെ സ്കില്ലുകളെല്ലാം മറന്ന് ഇവളുടെ സ്വപ്നം അവൻ്റെ മേലേക്ക് ഇമ്പോസ് ചെയ്തപ്പോൾ അവൻ്റെ കരിയർ ഇൻട്രസ്റ്റ് ബലി കഴിക്കപ്പെട്ട അവൻ ഡോക്ടറായി. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് നോക്കാതെ നമ്മുടെ ഇഷ്ടങ്ങൾ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ച് അവരെ പ്രഷർ എൻവയൺമെൻറ്റിൽ വിടരുത്. നമ്മൾ അവർക്ക് വേണ്ടി ജോലി നോക്കുകയാണെങ്കിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ജോലി, അവരുടെ കരിയർ ഇൻട്രസ്റ്റ് ഉള്ള ജോലി, അവർക്ക് പാഷനേറ്റ് ആയിട്ട് ഇന്നല്ല നാളെയല്ല 10 വർഷത്തിന് ശേഷം ഉയർന്ന രീതിയിൽ പാഷനേറ്റ് എനർജിയോട് ചെയ്യാൻ പറ്റിയ ജോലി നമ്മൾ കണ്ടുപിടിച്ചു.